ഇന്നത്തെ കാലത്ത് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച സ്കില്ലാണ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കോഡിംഗ് എന്ന സ്കില്ല് പഠിച്ചിട്ട് വീട്ടിലിരുന്ന് തന്നെ വരുമാനം നേടാൻ പറ്റുന്ന 5 സ്കില്ലിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമ്പർ 1, ടീച്ചിങ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കോഡിംഗ് സ്കില്ലിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ആ ഒരു സാഹചര്യത്തിൽ കോഡിംഗ് സ്കില്ലിന്റെ ഡിമാൻഡ് നല്ലധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കോഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു നിഷ് സെഗ്മെന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. ടെക്നോളജിയെ കുറിച്ച് അവയർനെസ് കൊടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തത് ഫ്രീലാൻസിങ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ലോകത്തിലെ പല ഇടങ്ങളിലുള്ള കമ്പനികളുടെ വർക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോപ്പ് അവൈലബിൾ ആണ്. അതിനായിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ഫ്രീലാൻസർ, അപ്വർക്ക്, ഫൈവർ ഇങ്ങനെയുള്ള വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യുക. തുടക്ക സമയത്ത് ചുരുങ്ങിയ എമൗണ്ട് അല്ലെങ്കിൽ ഒരു എമൗണ്ട് വാങ്ങാതെ തന്നെ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടുക. റേറ്റിംഗ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് മണിക്കൂർ 1000-ഓ 10,000-ഓ ഒക്കെ വാങ്ങാൻ പറ്റുന്ന വർക്ക് വരെ കാലക്രമേണ കിട്ടുന്നതാണ്. മൂന്നാമത്തേത് പ്രോഗ്രാം ബ്ലോഗ്സ് ആണ്. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ടെക്നോളജിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചോ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബ്ലോഗ്സ് എഴുതാവുന്നതാണ്. എന്നിട്ട് ഇത് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഫോറംസിലൊക്കെ ഷെയർ ചെയ്യുക. കാലക്രമേണ നിങ്ങൾ ട്രാഫിക് കൂടും. ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് ഗൂഗിൾ ആഡിന്റെ ഒരു റവന്യൂ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്യാവശ്യം റവന്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന മാസങ്ങൾ ലക്ഷങ്ങൾ ഇതിലൂടെ സമ്പാദിക്കാൻ പറ്റുന്നതാണ്. നാലാമത്തത് യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചോ പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസിനെ കുറിച്ചോ ഇടുക. അപ്പം അതുവഴി യൂട്യൂബിൽ നിന്ന് റവന്യൂ ലഭിക്കുന്നതാണ്. യൂട്യൂബ് ചാനലിൽ നിന്ന് പ്രോഗ്രാമിംഗ് എന്നുള്ള സെഗ്മെന്റിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലോങ് ടൈം കൺസിസ്റ്റന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്, നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അഞ്ചാമത്തത് ഒരു ആപ്പ് ഡെവലപ്മെന്റ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്നുള്ള ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക. അതിനെ എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വേർഡ് ഓഫ് മൗത്തിലൊക്കെ മാർക്കറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 1 മില്യൺ ഡൗൺലോഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വർഷം കോടിക്കണക്കിന് രൂപ ആഡ് റവന്യൂ നിന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ഇതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.